സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം യേശുവിനെക്കുറിച്ചുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് നാം കാണുന്നത് ഒന്ന് മരുഭൂമിയിലെ പരീക്ഷയാണ്, രണ്ടാമത് യേശു ദൗത്യം ഏറ്റെടുക്കുന്നതാണ്, തുടങ്ങുക, യേശുവിൻ്റെ പ്രസംഗവും പരിപാടികളെല്ലാം തുടങ്ങുകയാണ്. പിന്നെ മൂന്നാമത്തെ തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശു 4 ശിഷ്യന്മാരെ പിടിക്കുകയാണ്. കടൽ തീരത്തു നിന്ന് 4 മുക്കുവന്മാരെ തൻ്റെ ആദ്യ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. പിന്നെ നാലാമത്തത് യേശു രോഗികളെ സുഖപ്പെടുത്തുകയാണ്. യേശുവിനെക്കുറിച്ചുള്ള യേശു പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച ശേഷം ചെല്ലുന്ന സമയത്ത് യേശുവിനെ അനേകം പേരെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഈ മരുഭൂമിയിലെ പരീക്ഷയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, അപ്പം വർദ്ധിപ്പിക്കാൻ പിശാച് ആവശ്യപ്പെടുക. അപ്പം ഉണ്ടാക്കാൻ ഈ കല്ലുകളെയെല്ലാം, നീ വിശന്നില്ലേ, 40 ദിവസമായിട്ട് പട്ടിണിയിലല്ലേ, അതുകൊണ്ട് ഈ കല്ലുകളെയെല്ലാം അപ്പമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രലോഭിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് തരാം ഭക്ഷണം. അതുപോലെ മൃഗങ്ങൾക്കാണെങ്കിലും അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൃഗങ്ങളെല്ലാം തീറ്റ തേടുകയാണ്. മനുഷ്യനും അതുപോലെ തന്നെ ഭൂരിഭാഗം സമയവും അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള അധ്വാനമാണ്. ഒരു വിധത്തിൽ വേറൊരു വിധത്തിൽ അധ്വാനം നടത്തിയിട്ട് എടുക്കുക. പിന്നെ പട്ടിണിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ പട്ടിണി ശരിക്കും യേശുനാഥൻ സ്വന്തം കൈവരിച്ച 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ അവസാനമാണ് പിശാച് വന്നേക്കുന്നത്. പറ്റിയ സമയത്താണ് പിശാച് വന്നത്. നമ്മളെയും പരീക്ഷിക്കാൻ വരുന്നത് പറ്റിയ സമയത്താണ്. അസ്വസ്ഥയും ടെൻഷനും ഉള്ളപ്പോഴാണ് നീ പോയി കുടിച്ചോടാ, നീ പോയി വലിച്ചോടാ, നീ പോയി പിന്നെ എന്നതാണ് പണയം വെച്ച് ഭാര്യയുടെ മാല കൊണ്ടുവന്ന് പണയം വെച്ച് നീ പോയി പന്നിക്കറിയും മദ്യവും കഴിച്ചോടാ എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന അതേ പ്രലോഭകൻ, അതേ പിശാച് തന്നെയാണ് യേശുവിൻ്റെ അടുത്തും ചെല്ലുന്നത്. പക്ഷേ യേശു പറഞ്ഞു തന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ ഓടിക്കുകയാണ്. വീണ്ടും യേശുവിനെ കൊണ്ടുപോവുകയാണ്. ഒരു ഗോപുരത്തിൻ്റെ, അന്നത്തെ ജെറുസലേം ദേവാലയത്തിൻ്റെ ഗോപുരമായിരിക്കും ഒരുപക്ഷെ. അവിടെ കൊണ്ടുപോയിട്ട് പറയുകയാണ്, നീ താഴോട്ട് ചാടിക്കോ. പിന്നെ അതും വചനം കൂട്ടി ചെയ്തുകൊണ്ടാണ്, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. യേശു പറഞ്ഞു, നീ പരീക്ഷിക്കരുത്. മനസ്സിലായോ? നീ പരീക്ഷിക്കരുത് എന്ന് പറയുകയാണ്. വീണ്ടും മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് സർവ്വതും തരാം. ആ മല ഞാൻ കണ്ടതാണ്. ആ മലയുടെ വലിയ മലയൊന്നുമല്ല കേട്ടോ, ഒരു നല്ല സാമാന്യം നല്ല പൊക്കമുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ കുന്ന്. ആ കുന്നിൻ്റെ മുകളിൽ നേരെ താഴേക്കുള്ള അടിവാരത്തിലേക്കുള്ളത് നല്ല കുത്തനെയായിട്ടുള്ള അടിവാരമാണ്. അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് യേശുവിനെ പരീക്ഷിക്കുന്നത്. നീയെ പിന്നെ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് സർവ്വതും തരാം. അപ്പോൾ തിന്മയെ കുമ്പിട്ട് ആരാധിക്കാൻ, ചാത്തൻ സേവ നടത്തി കഴിഞ്ഞാൽ എല്ലാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിച്ചുകൊണ്ട് പോയി, ചെറുപ്പക്കാർ പാട്ടിനെ അവിടെ കൊണ്ടുപോയി ചാത്തൻ സേവയുടെ അവിടെ പോയവർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് ആരാധിപ്പിച്ച് തിരുവോസ്തി ചവിട്ടിച്ച് നഗ്നയായ പെണ്ണിൻ്റെ അടുത്ത് ഡാൻസ് കളിപ്പിച്ച് ഇങ്ങനെ പിന്നെ അതിനുശേഷം വട്ടുപിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. മാനസിക രോഗമായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സാത്താനെ ആരാധിച്ചതുകൊണ്ടോ പിന്നെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കാതെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി ഉണ്ടാകുകയില്ല. അപ്പോൾ യേശു നമുക്കൊരു നല്ല പാഠമാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ പിന്നെ അതിനെ അതിജീവിക്കാനായിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും പിന്നെ ഒന്ന് നമ്മുടെ പൊട്ടൻ പത്രോസാണ്. നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസും അതുപോലെ തന്നെ അന്ത്രയോസും, അവർ 2 പേരെയും കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ കടൽ തീരത്ത് അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2 പേര് വള്ളവും വലയൊക്കെ വിട്ടിട്ട് വിടുകയാണ്. ഇപ്പോൾ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനും സഹോദരൻ അന്ത്രയോസും. ഈ പത്രോസും അന്ത്രയോസും യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. അതായത് രസം. അപ്പോൾ യേശു അവിടെ ചെന്ന സമയത്ത് യേശുവിനെ കാണിച്ചു കൊടുത്തത്, ഇതാണ് എൻ്റെ പിന്നാലെ വരുന്നത് യഥാർത്ഥ യേശു, അവനെ അനുഗമിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാണ് യേശു തന്നെ വന്നിട്ട് ഇവരെ വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞു ഇവിടെ അപ്പം തന്നെ. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വന്മാരെല്ലാം വള്ളവും മലയും എല്ലാം ഇട്ടിട്ട് യേശുവിൻ്റെ കൂടെ പോകുന്നത്. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത 2 പേരെ കാണുക, സെബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും. അവരും ഇതേമാതിരി തന്നെ യേശുവിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലതും നമ്മൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, വീടില്ല. അതാണ് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ അനുകരിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ എന്ത് കിട്ടും? സ്വർഗ്ഗരാജ്യം കിട്ടും. എന്ത് കിട്ടും? മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പറ്റും.
എന്ത് കിട്ടും? ദൈവസന്നിധിയിൽ അവർക്ക് നിത്യമായിട്ടുള്ള ആത്യന്തികമായ ലക്ഷ്യം അവർക്ക് നേടാനായിട്ട് സാധിക്കും. ഈ തലങ്ങളാണ് നമുക്ക് ശിഷ്യന്മാരിൽ അവരെ കണ്ടെത്തുന്നില്ല. അടുത്ത തലമാണ് പിന്നെ യേശു അനേകം പേരെ സുഖപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച തപസ് ചെയ്ത ആ ചൈതന്യം കൊണ്ടാണ് യേശുനാഥൻ പ്രസംഗിക്കാൻ ചെല്ലുന്നത്. സിനഗോഗുകളിലൊക്കെ പ്രസംഗിക്കുന്നു, ധാരാളം പേര് ഒരുമിച്ച് കൂടുന്നു, അവിടെ സുഖപ്പെടുത്താൻ സാധിക്കുന്നു. നല്ല ഒരു ജീവിതത്തിൻ്റെ തലത്തിലേക്ക്, ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം ഈ 4 കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കാം. ഇതിപ്പോൾ നിങ്ങളൊന്ന് വായിക്കുക. ഈ പ്രസംഗം കേട്ടതിന് ശേഷം 5 മിനിറ്റ് ഞാൻ പറഞ്ഞോളൂ. ഈ കേട്ടതിന് ശേഷം നിങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉണർവും ഉന്മേഷത്തോടു കൂടി ആ വചനം വായിക്കാനായിട്ട്. ചിലരൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം തൂങ്ങാച്ചു എന്ന് പറയും. ഇവിടെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. നല്ല തീവ്രതയോടുകൂടി ഈ പ്രസംഗം കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ 4-ാം അധ്യായം നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ. പിള്ളേരോടും പ്രാർത്ഥന കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കാൻ പറയുക. ഈ ആദ്യ പ്രസംഗം കേൾക്കുക. 394-ാമത്തെ വീഡിയോ ആണിത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് കേട്ട് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.